കേരളത്തിന്റെ അതിവേഗ റെയിൽ പദ്ധതി ട്രാക്കിലേക്ക് വരികയാണ്. DPR തയ്യാറാക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ വെളിപ്പെടുത്തി. ഫെബ്രുവരി 2-ന് പൊന്നാനിയിൽ ഓഫീസ് തുറക്കും. 200 കിലോമീറ്റർ വേഗതയുള്ള ട്രെയിന് 22 സ്റ്റേഷനുകളെന്നും ഇ ശ്രീധരൻ ഇന്ന് അറിയിച്ചു. കേരയിൽ വേണോ വേണ്ടയോ എന്നത് വലിയ ചർച്ചയായിരുന്നു ഇവിടെ. ഇപ്പോഴത്തെ ചോദ്യം അതിവേഗ പാത അനിവാര്യമാണോ എന്നാണ്. അപ്പോൾ അത് ജോയ്മോനാണ് കൊച്ചിയിലുള്ള ആളുകളോട് ചോദിച്ചിരിക്കുന്നത്. അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. 200 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന അതിവേഗ ട്രെയിനുകൾ. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ എത്താൻ വെറും 3.25 മണിക്കൂർ മാത്രം. മെട്രോമാൻ ശ്രീധരന്റെ പുതിയ പദ്ധതിയാണ് അതിവേഗ ട്രെയിൻ പദ്ധതി. ഈ പദ്ധതി കേരളത്തിന് അനിവാര്യമോ? ജനങ്ങളോട് അവരുടെ പ്രതികരണങ്ങൾ ചോദിച്ചറിയാം. അതിവേഗ റെയിൽപാത നല്ലതാണ്. നമുക്ക് ദൂരെ യാത്രകൾ പോകുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത്ര മണിക്കൂറിനുള്ളിൽ എത്താനുള്ള ഒരു സൗകര്യം ഉണ്ടാവണം. പക്ഷെ അതിന് എടുക്കുന്ന സ്ഥലങ്ങളും ഓരോരുത്തരുടെ വീടും സ്ഥലമൊക്കെ പോണ രീതിയുള്ള ഇതുണ്ടാവും. പിന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി വേണം അതൊക്കെ ചെയ്യാനായിട്ട്. അതിപ്പോൾ ഒരുപാട് ഭൂമികളൊക്കെ ഏറ്റെടുത്ത് നടത്തണ്ടേ, അതിന് ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ. ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡൊക്കെ മര്യാദക്ക് ക്ലിയർ ആക്കട്ടെ, അതിനുശേഷം നോക്കിയാൽ പോരെ. അതിവേഗ റെയിൽവേ പറയുന്നത് 2 മണിക്കൂറിൽ എത്തേണ്ട അത്യാവശ്യം ആവശ്യമില്ല എന്നുള്ള അഭിപ്രായം. അതിവേഗ റെയിൽപാത അത്യാവശ്യം തന്നെയാണ്. പിന്നെ എന്തായാലും നമ്മുടെ നാടിന് മാറ്റങ്ങൾ ആവശ്യമാണല്ലോ. അത് ഭാവി തലമുറയ്ക്ക് നമ്മളെപ്പോലല്ല, ഭാവി തലമുറ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അവർ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും എന്തെങ്കിലും സ്റ്റാർട്ടപ്പോ ബിസിനസ്സോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ പോകാനും ഒക്കെ എത്രയും പെട്ടെന്ന് സ്ഥലങ്ങളിലെത്താനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് റെയിൽവേ പദ്ധതി വന്നാൽ കുഴപ്പമില്ല, പക്ഷെ അത് നടപ്പാകുമോ? കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം ജോയ്മോൻ ജോസ്, ന്യൂസ് മലയാളം.